ഹായ്. സാറിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് മോഡ്യൂൾ 4. അപ്പൊ ഞാനിത് പറയുമ്പോൾ നീ നിന്റെ കയ്യിലുള്ള നോട്ട് എടുത്ത് കയ്യിൽ വെക്കണേ, എന്നാലും നിനക്ക് മനസ്സിലാവുന്നു. സോ കാരണം എന്റെ ഇതിനകത്ത് പിക്ചർ ഒന്നും ഇല്ല കാണിക്കാൻ. ഞാൻ ഓഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റത്തെ പാരഗ്രാഫിന് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ. സോ അതായത് ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്തിനാണ്? ഒതന്റിക്കേഷൻ. നമ്മൾ ഒരാൾക്ക് ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അയച്ചെന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. സോ അതേപോലത്തെ ഒരു സംഭവമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇനി അതിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫ് പറയുന്നത്. ഞാൻ നോട്ടിൽ കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്നുള്ളത്. സോ അത് അവിടെ പഠിക്കുക. പിന്നെ വരുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. സോ കമ്പാരിസൺ എന്ന് പറയുന്നത് അതിനകത്ത് അതായത് നമ്മൾ നോർമൽ സിഗ്നേച്ചറും ഡിജിറ്റൽ സിഗ്നേച്ചറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കാം, വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും ചോദിച്ചാലോ അതുകൊണ്ട് ആ പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പോയിന്റ് ഇൻക്ലൂഷൻ എന്നാണ് പറയുന്നത്. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ നോർമൽ സംഭവങ്ങൾ നോർമലി നമ്മൾ സൈൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡോക്യുമെന്റിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്, അല്ലെ? സോ നമ്മൾ ലെറ്റർ അയക്കുന്നത് ആ ലെറ്ററിന്റെ അടിയിൽ സൈൻ ചെയ്യും. അതാണ് ഇൻക്ലൂഷൻ. അതാണ് കൺവെൻഷണൽ സിഗ്നേച്ചറിൽ ഇൻക്ലൂഷൻ ആണ്, അങ്ങനെയാണ്. പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ അങ്ങനെയല്ല. ഡിജിറ്റൽ സിഗ്നേച്ചറിൽ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ മെയിലിന്റെ കൂടെ ഒരു അഡീഷണൽ ഡോക്യുമെന്റ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവം അല്ല. സോ അത് കാരണം കൊണ്ട് തന്നെ ആദ്യത്തെ പോയിന്റ് ഇൻക്ലൂഷനിൽ ഓർക്കേണ്ട കാര്യം, കൺവെൻഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഉണ്ട്, ഇൻക്ലൂഡഡ് ആണ് വിത്ത് ഡോക്യുമെന്റ്. പക്ഷെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻക്ലൂഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതിനകത്ത് ആ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഈ ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നത്. അതായത് ഞാൻ തന്ന നോട്ടിലെ രണ്ടാമത്തെ പാരഗ്രാഫാണ് ശരിക്കും ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് എ ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക് used to verify the authenticity and integrity of a digital document or message. It provides a way to ensure that the sender of the information is who they claim to be and the content of the information has not been tampered with during transmission. ഇതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ. അത് പഠിച്ചു നോക്കണം. സോ ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്പാരിസണിൽ വെരിഫിക്കേഷൻ മെത്തേഡ് ആണ്. വെരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മൾ നോർമൽ സിഗ്നേച്ചറിലെ വെരിഫിക്കേഷൻ എങ്ങനെയാ? സിംപ്ലി നമ്മളിപ്പോ പ്രിൻസിപ്പലിന്റെ ഒരു സിഗ്നേച്ചർ ആണ്, നമ്മുടെ കയ്യിൽ പ്രിൻസിപ്പലിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. സോ അതുമായിട്ട് ജസ്റ്റ് മാച്ച് ചെയ്ത് വെക്കും. പക്ഷെ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വെരിഫൈങ് അൽഗോരിതം ഉണ്ടാവും, ഒരു വെരിഫൈങ് ഓർ വെരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ടെക്നിക് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാൻ. ഇനി മൂന്നാമത് റിലേഷൻഷിപ്പ് ആണ്. ഫോർ എ കൺവെൻഷണൽ സിഗ്നേച്ചർ വൺ ടു സെൻഡ് മെനി റിലേഷൻ ബിറ്റ്വീൻ, അതായത് പിന്നെ നോർമൽ സിഗ്നേച്ചറിൽ നമ്മള് ഒരു സിഗ്നേച്ചർ, ഒരാളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ എല്ലായിടത്തും അയക്കുമ്പോൾ ആ സിഗ്നേച്ചർ തന്നെയാണ് യൂസ് ചെയ്യുക. അതായത് ആദ്യത്തെ മെയിലിൽ ഏത് സിഗ്നേച്ചർ ആണോ ഉപയോഗിച്ചത് ആ സെയിം സിഗ്നേച്ചർ ആണ് രണ്ടാമത്തെ മെയിലിൽ വിടുക. പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചർ അങ്ങനെയല്ല. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മളെ ഒതന്റിക്കേഷൻ, നമ്മളെ കീയും ആ മെസ്സേജും തമ്മിലൊരു ബന്ധമുണ്ട്. സോ ഓരോ മെസ്സേജിലും ഓരോ തവണ അയക്കുന്നതിലും ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിഫറെന്റ് ആയിരിക്കും. ആ കാര്യം അവിടെ പിന്നെ ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് നോർമൽ ഒരു ഒരു സിഗ്നേച്ചർ ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്റ്റിങ്ഷൻ തിരിയും. അതായത് ഇത് രണ്ടും തമ്മിൽ വേറെയാണെന്നുള്ളൊരു ഡ്യൂപ്ലിസിറ്റി മനസ്സിലാവും. പക്ഷെ നമുക്ക് ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കേസിൽ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേഷനുള്ള പോസിബിലിറ്റിയേ ഇല്ല. കാരണം എന്താ, അവിടെ ഓരോ ഡോക്യുമെന്റിനും സിഗ്നേച്ചർ വേറെ വേറെയാണ്. സോ ആ പോയിന്റാണ് ഡ്യൂപ്ലിസിറ്റിയെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് ഡീറ്റെയിൽ സിഗ്നേച്ചറിന്റെ പ്രോസസ് ആണ്. ആ പ്രോസസ്സിന് ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രാമിന്റെ സിസ്റ്റത്തിൽ ഉണ്ടാവും കേട്ടോ, ഞാൻ ഷെയർ ചെയ്യും. സോ അതിനകത്ത് ഡയഗ്രം പറയുന്നത് ഇതല്ല.
ഇതുമല്ല. സംതിങ് ലൈക്ക് ദിസ്. ഏകദേശം ഈ ഒരു ഡയഗ്രാം പോലെയാണ് ഇവിടെ കാണുന്ന ഈ ഒരു ഡയഗ്രാം നോക്കുക. കുറച്ചൊരു മാറ്റേണ്ട, ഇത് വേറൊരു ആവശ്യത്തിന് വെച്ചാൽ. സോ ഇതിനകത്ത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല്, ഇത് ആലീസിന്റെ സൈഡ്. നോർമലി നമ്മൾ സെന്റർ ആലീസും റിസീവർ ബോബുമായിട്ടാണ് പറയാം. സോ ആലീസിന്റെ സൈഡ്, ആലീസ് ഒരു ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉണ്ടാവും. അതിനൊരു സൈനിങ് അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉപയോഗിക്കുക. എം എന്ന് പറയുന്നത് നമ്മളെ മെസ്സേജ് ഓർ മെയിൽ, അതിന്റെ കൂടെ ഒരു സൈനിങ് അൽഗോരിതത്തിലൂടെ നമ്മൾ ഡീറ്റെയിൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് എമ്മും എസും കൂടെ റിസീവറിന്റെ സിസ്റ്റത്തിലേക്ക് പോകും. സോ ഈ ബോബിന്റെ സിസ്റ്റത്തിൽ നമുക്കൊരു വെരിഫൈങ് അൽഗോരിതം കാണാം. അവിടെ ഈ അൽഗോരിതം എന്ത് ചെയ്യും, നമ്മൾ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. അപ്പൊ അത് രണ്ടും ഓക്കെ ആണെങ്കിൽ എന്ത് പറയും, ഇത് അയച്ചത് ആലീസിൽ നിന്ന് തന്നെയാണെന്ന് പറയും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഇതാണ് ഈ ഡീറ്റെയിൽ സിഗ്നേച്ചറിന്റെ ഒരു സംഭവം എന്ന് പറയും. പിന്നെ ഈ സൈനിങ് അൽഗോരിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ച പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി RSA അൽഗോരിതം പറഞ്ഞില്ല, അതിനകത്ത് ഡീറ്റെയിൽ സിഗ്നേച്ചറിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല്, ഇവിടെ നമ്മൾ സൈൻ ചെയ്യാൻ ഉപയോഗിക്കുക ആലീസിന്റെ തന്നെ പ്രൈവറ്റ് കീ ആണ്. അതായത് സെന്ററിന്റെ കീ ആണ്. സെന്ററിന്റെ പ്രൈവറ്റ് കീനെ സൈൻ ചെയ്യാൻ ഉപയോഗിക്കും. റിസീവറിന്റെ സൈഡിൽ നിന്ന് സെന്ററിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് അതിനെ വെരിഫൈ ചെയ്യും. അതായത് ആലീസിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് സൈൻ ചെയ്യുന്നു. ബോബിന്റെ സൈഡിൽ നിന്ന് ആലീസിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് ബോബ് എന്ത് ചെയ്യും, അതിനെ വെരിഫൈ ചെയ്യും. ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. പക്ഷെ കഴിഞ്ഞാൽ അത് നമ്മൾ RSA പറയുമ്പോൾ സെന്ററിന്റെ ആയിരുന്നില്ല, റിസീവറിന്റെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. സോ ആ വ്യത്യാസം മനസ്സിലാക്കാം. ഡീറ്റെയിൽ സിഗ്നേച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സെന്ററിന്റെ പ്രൈവറ്റ് കീ സൈൻ ചെയ്യാനും സെന്ററിന്റെ പബ്ലിക് കീ വെരിഫൈ ചെയ്യാനുമാണ്. ആ ഒരു പ്രോസസ്സ് മാത്രം ഒന്ന് ഓർത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നീ അടുത്ത പാരഗ്രാഫ് പറയുന്നത് നീഡ് ഫോർ കീസ് എന്നാണ്. അതിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഇതിനകത്ത് നമ്മൾ കീ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ സെയിം കാര്യം തന്നെ. സൈൻ ചെയ്യാന് സെന്ററിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിക്കും, വെരിഫൈ ചെയ്യാൻ സെന്ററിന്റെ പബ്ലിക് കീ ഉപയോഗിക്കും. അതാണ് നീഡ് ഫോർ കീസ് എന്ന് പറയുന്ന പാരഗ്രാഫിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സൈനിങ് ദ ഡൈജസ്റ്റ് ആണ്. സൈനിങ് ദ ഡൈജസ്റ്റ് എന്ന് പറയുമ്പോൾ സൈനിങ് ദ ഡൈജസ്റ്റിൽ വരുന്ന കാര്യം എന്താന്ന് വെച്ചാല്, അതായത് ഞാനിപ്പോ പറഞ്ഞു സൈൻ ചെയ്യും അല്ലെ, നമ്മളെ മെസ്സേജിനനുസരിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന അൽഗോരിതമാണ് ആ ഒരു സൈനിങ് അൽഗോരിതം. ഈ കാണുന്ന സൈനിങ് അൽഗോരിതം. സോ നോർമലി നമ്മളെ മെസ്സേജിനെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ നമ്മളെ മെസ്സേജിന്റെ ലെങ്ത് കൂടുമ്പോൾ ഈ സൈനിങ്ങിന്റെ ഈ ഒരു പ്രോസസ്സ് ബുദ്ധിമുട്ടാവും. മെസ്സേജിന്റെ ലെങ്തുമായിട്ട് ബന്ധമുണ്ട് ഇങ്ങനെ സൈൻ ചെയ്യുമ്പോൾ. സോ ആ ഒരു കോംപ്ലിക്കേഷൻ, അതായത് വലിയ മെസ്സേജ് ആകുമ്പോൾ സൈനിങ് പ്രോസസ്സ് വലിയ കോംപ്ലിക്കേറ്റഡ് ആവും. സോ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മെസ്സേജിന്റെ ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. മെസ്സേജിന്റെ ഡൈജസ്റ്റിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞതാ ഹാഷിങ്ങിൽ. അപ്പൊ ഇവിടെ ഒരു ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് മെസ്സേജിന്റെ ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഡൈജസ്റ്റിന്റെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യും. മെസ്സേജിന്റെ സിഗ്നേച്ചർ ആക്കുന്നതിന് പകരം ആ ഡൈജസ്റ്റും നമ്മുടെ സെന്ററിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ആ സൈനിങ് അൽഗോരിതം വർക്ക് ചെയ്യും. സോ അതാണ് ഈ സൈനിങ് ദ ഡൈജസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡയറക്റ്റ് മെസ്സേജിന് അയക്കുന്നതിന് പകരം മെസ്സേജിന്റെ ഡൈജസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഡൈജസ്റ്റിനെ ഉപയോഗിച്ചിട്ട് സൈനിങ് ചെയ്തിട്ട് ഡൈജസ്റ്റ് അയക്കുക. അതാണ് ഈ സൈനിങ് ദ ഡൈജസ്റ്റ്. മനസ്സിലായി വിചാരിക്കുന്നു. സോ അതെന്തായാലും ചോദിക്കും, സൈനിങ് ദ ഡൈജസ്റ്റിന്റെ ആ ഒരു സംഭവം എന്താന്ന് ചോദിക്കും. സോ അതിന്റെ ഒരു ഡയഗ്രാം ഇത്. അതായത് ഇവിടെ നമ്മള് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, ആലീസിന്റെ സൈഡിൽ നിന്ന് പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സൈനിങ് അൽഗോരിതമാണ് നേരത്തെ. അപ്പൊ അതിന്റെ താഴെ ഈ ഡൈജസ്റ്റിന്റെ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, മെസ്സേജിന്റെ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സൈൻ ചെയ്യും. നേരത്തെ പിക്ചറിൽ മെസ്സേജിനെ ഡയറക്റ്റ് സൈൻ ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും, ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ മെസ്സേജ് ഡൈജസ്റ്റ് ആക്കിയിട്ട് സൈൻ ചെയ്തിട്ട് ആ സൈനാണ് ഇപ്പുറത്തേക്ക് അയക്കുന്നത്. പിന്നെ മെസ്സേജും അയക്കും. അപ്പൊ ഇവിടുന്ന് ആ സൈനിന്റെ ഹാഷ് ഫംഗ്ഷൻ കൊണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ വെരിഫൈ ചെയ്യും. ഇതാണ് സൈനിന്റെ ഡൈജസ്റ്റ്. സൈനിന്റെ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം കൂടി വരക്കാൻ ഓർക്കുക. നീ ഈ ഡയഗ്രാം ഓൾറെഡി അതിനകത്ത് നിന്റെ നോട്ടിൽ വരച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നോക്കിയിട്ട് വരച്ചോ. ഞാൻ അയച്ചു തരാം. ഈ ഡയഗ്രാംസ് ഞാൻ അയച്ചു തരാം. അത് നോക്കിയിട്ട് വരയ്ക്കാം. ഓക്കെ. പിന്നെ അടുത്ത പാരഗ്രാഫിൽ വരുന്നത് എന്താ? അടുത്ത പാരഗ്രാഫിൽ വരുന്നത് നമ്മള് സർവീസസ് ആണ്. സർവീസസ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്,
ഈ ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെക്യൂരിറ്റി ഗോൾസ് എന്തൊക്കെയാണ് എന്നാണ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ഡീറ്റെയിൽ സിഗ്നേച്ചർ ക്യാൻ ഡയറക്ട്ലി പ്രൊവൈഡ് ദ കോൺഫിഡൻഷ്യാലിറ്റി, ഒതന്റിക്കേഷൻ ആൻഡ് എന്താണ് ഒതന്റിക്കേഷൻ, ആക്ച്വലി ഒതന്റിക്കേഷനും ഇന്റഗ്രിറ്റിയും നോൺ റെപ്യൂഡിയേഷണൽ ഡീറ്റെയിൽ സിഗ്നേച്ചറിന് തരാൻ കഴിയും. എന്തൊക്കെ? ഒതന്റിക്കേഷൻ, ആരാണ് അയച്ചു എന്നുള്ളത്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുന്നത് ഹാഷ് കീ ഉപയോഗിച്ചിട്ട്. ദെൻ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാല് സിഗ്നേച്ചർ ഉണ്ടാകുമ്പോൾ പിന്നെ നോൺ റെപ്യൂഡിയേഷൻ ഒരിക്കലും അയാൾക്ക് പിന്നെ നിരസിക്കാൻ പറ്റില്ലല്ലോ. നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് പറയാം. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി സൈൻഡ് ആണ്. സോ ഈ 3 ഗോൾസ് നിർബന്ധമായിട്ട് നമുക്ക് എന്ത് തരുന്നുണ്ട്? ഡീറ്റെയിൽ സിഗ്നേച്ചർ തരുന്നുണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി ഡയറക്റ്റ് തരുന്നില്ല. കോൺഫിഡൻഷ്യാലിറ്റി തരണമെങ്കിൽ എന്ത് വേണം? അതിന്റെ കൂടെ എൻക്രിപ്ഷനും കൂടെ ചെയ്യണം. കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സേജിനെ ആരും കാണാൻ പാടില്ല, അല്ലെ, വേറൊരാൾ വായിക്കാൻ പാടില്ല എന്ന് കോൺഫിഡൻഷ്യാലിറ്റിന്റെ അർത്ഥം. സോ കോൺഫിഡൻഷ്യാലിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മെസ്സേജിനെ എൻക്രിപ്ഷൻ കൂടി ചെയ്യണം. സിംപ്ലി ഡീറ്റെയിൽ സിഗ്നേച്ചർ വെച്ചങ്ങ് അയച്ചാൽ പോരാ, അതിന്റെ കൂടെ നമ്മൾ എന്ത് വേണം? മെസ്സേജിന് എൻക്രിപ്ഷൻ കൂടെ ചെയ്യണം. ഏതെങ്കിലും ഒരു എൻക്രിപ്ഷൻ ഉപയോഗിച്ചിട്ട് എൻക്രിപ്ഷൻ കൂടെ ചെയ്യണം. സോ അത് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നത് അറ്റാക്സ് ഓൺ ഡീറ്റെയിൽ സിഗ്നേച്ചർ ആണ് പിന്നെ വരുന്ന കാര്യമായിട്ട്. സോ അതിനകത്ത് ആദ്യം വരുന്നത് ഈ ഫോർഗരി അറ്റാക്സ് ആണ്. ഫോർഗരി അറ്റാക്സ്. ആ ഫോർഗരി അറ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർഗരി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ സിഗ്നേച്ചർ ഫോർഗരി ഹാപ്പൻസ് വെൻ ആൻ അറ്റാക്കർ ക്രിയേറ്റ്സ് എ വാലിഡ് ലുക്കിംഗ് സിഗ്നേച്ചർ വിത്തൗട്ട് നോയിങ് ദ പ്രൈവറ്റ് കീ. ശരിക്കും സിഗ്നേച്ചർ ഉണ്ടാക്കാൻ പ്രൈവറ്റ് കീ വേണമല്ലോ. സോ പ്രൈവറ്റ് കീ ഇല്ലാതെ തന്നെ സിഗ്നേച്ചറിനെ കോപ്പി ചെയ്യുന്നത്, അതായത് ഫേക്ക് ആക്കിയിട്ട് സിഗ്നേച്ചർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് ഫോർഗരി അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് മീൻസ് ഫേക്കിംഗ് എ സിഗ്നേച്ചർ സോ ദാറ്റ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ബിലീവ്സ് ദ മെസ്സേജ് റിയലി കെയിം ഫ്രം സൈനർ, ദ മെസ്സേജ് വാസ് നോട്ട് ചേഞ്ച്ഡ്. സോ അങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ടുള്ള അറ്റാക്കിനെയാണ് എന്ത് പറയുന്നത്? ഫോർഗരി അറ്റാക്ക് എന്ന് പറയുന്നത്. ഫോർഗരി 3 ടൈപ്പിലുണ്ട്. ഒന്നാമത്തത് ടോട്ടൽ ബ്രേക്ക് ആണ്. ടോട്ടൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് കേസ് ആണ്. അങ്ങനെ ഒരു സിഗ്നേച്ചറിന്റെ കോപ്പി ഉണ്ടാക്കിയാൽ എന്താണ്? എന്ത് വേണമെങ്കിലും അയാൾക്ക് അയക്കാൻ പറ്റും. സോ അവിടെ ഏത് മെസ്സേജിന് വേണമെങ്കിലും വാലിഡ് സിഗ്നേച്ചർ ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡീറ്റെയിൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഓരോ മെസ്സേജിനും വേറെ വേറെ ആയിരിക്കും. സോ പ്രൈവറ്റ് കീ കൈ കിട്ടിയാൽ ഏത് മെസ്സേജിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാമെങ്കിലും ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉണ്ടാക്കാൻ പറ്റും. സോ ടോട്ടൽ ബ്രേക്ക് സംഭവിച്ചാൽ ഏത് മെസ്സേജും ഫേക്ക് ചെയ്തിട്ട് അയക്കാം. അപ്പൊ അതൊരു വേസ്റ്റ് കേസാണ്. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് യൂണിവേഴ്സൽ ഫോർഗരി. യൂണിവേഴ്സൽ ഫോർഗരി എന്ന് പറഞ്ഞാൽ അതൊരു വെരി സ്ട്രോങ് അറ്റാക്ക് ആണ്. അറ്റാക്കർ ക്യാൻ ഫോർഗേ എ വാലിഡ് സിഗ്നേച്ചർ ഫോർ എനി മെസ്സേജ് ദേ ചൂസ്. ദേ ഡോണ്ട് നെസസറിലി നോ ദ പ്രൈവറ്റ് കീ. അത് പ്രൈവറ്റ് കീ അറിയില്ല, പക്ഷേ വാലിഡ് സിഗ്നേച്ചർ ഏത് മെസ്സേജിനും വേണ്ടി അയക്കാം. സോ ഇതും എന്താണ്? ടോട്ടൽ ബ്രേക്ക് പോലെ തന്നെ ഭയങ്കര വേസ്റ്റ് സെക്യൂരിറ്റി സെനാരിയോ ആണ്. സെക്യൂരിറ്റി ബ്രേക്ക് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ സെലക്റ്റീവ് ഫോർഗരി എന്ന് പറഞ്ഞാല് സെലക്റ്റീവ് ഫോർഗരിയിൽ സംഭവിക്കുന്നത് എന്താ? അവിടെ ടാർഗറ്റഡ് അറ്റാക്ക് ആണ്. ഇവിടെ എന്താ വെച്ചാൽ അറ്റാക്കർ ചൂസസ് വൺ സ്പെസിഫിക് മെസ്സേജ് ഇൻ അഡ്വാൻസ്, സക്സസ്ഫുൾ ഫോർഗേ എ വാലിഡ് സിഗ്നേച്ചർ. അത് ഒറ്റൊരു മെസ്സേജിന് വേണ്ടി മാത്രമായിട്ട് ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് സെലക്റ്റീവ് ഫോർഗരി. പിന്നെ വരുന്നത് എക്സിസ്റ്റൻഷ്യൽ ഫോർഗരി. എക്സിസ്റ്റൻഷ്യൽ ഫോർഗരി എന്ന് പറഞ്ഞാൽ അതൊരു വീക്കസ്റ്റ് ആണ്, പക്ഷെ എന്നാലും അൺആക്സെപ്റ്റബിൾ ആണ്. വീക്കസ്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇത് പാടില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? അറ്റാക്കർ പ്രൊഡ്യൂസസ് അറ്റ്ലീസ്റ്റ് വൺ വാലിഡ് സിഗ്നേച്ചർ. ഒരു വാലിഡ് സിഗ്നേച്ചർ മാത്രം കഴിയും, പക്ഷെ മെസ്സേജ് ഒന്നും അയക്കില്ല. അതാണ് മെസ്സേജസ് മേ ബി മീനിങ്ലെസ് ഓർ റാൻഡം. അതായത് ഒറിജിനൽ മെസ്സേജ് എന്നല്ലാണ്ട് റാൻഡം ആയ ഒരു മെസ്സേജ് അയക്കുക എന്നുള്ള മാത്രം. ഒറിജിനൽ മെസ്സേജ് ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എക്സിസ്റ്റൻഷ്യൽ ഫോർഗരി. അപ്പൊ ഇത് ഫോർഗരി എന്താണെന്നും ഡിഫറെന്റ് ഫോർഗരിയും പഠിക്കുക. അതൊരു അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്ത അറ്റാക്ക് എന്ന് പറയുന്നത് കീ ഓൺലി അറ്റാക്ക് ആണ്. കീ ഓൺലി അറ്റാക്ക് എന്ന് പറഞ്ഞാല് the attacker Eve has access only to the public key of the signer. Signer public key അയാൾക്കുണ്ട്. Using this public information, Eve attempts to forge a valid detailed signature on a message in order to convince Bob that the message originates from Alice. അതായത് ഒറ്റൊരു മെസ്സേജിന് വേണ്ടിയിട്ട് ഈ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് പിന്നെ എങ്ങനെയെങ്കിലും ഇത് അയാൾ തന്നെ അയച്ച, ആലിസ് തന്നെ അയച്ചാൽ ബോബിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് എന്ത്? കീ ഓൺലി അറ്റാക്ക്. പിന്നെ നോൺ മെസ്സേജ് അറ്റാക്ക്. ഇതെന്താ വെച്ചാല് നോൺ മെസ്സേജ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈവ് ഹാസ് ആക്സസ് ടു വൺ ഓർ മോർ മെസ്സേജ്. ഈവിന്റെ കയ്യിൽ ഓൾറെഡി ആലീസിന്റെ 1-2 മെസ്സേജും അതിന്റെ സിഗ്നേച്ചറും കയ്യിലുണ്ട്. ഓക്കെ. അത് ഉപയോഗിച്ചിട്ട് ഈവ് എന്ത് ചെയ്യും?
ആലീസിന്റെ പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ കണ്ടുപിടിക്കുന്നതാണ് നോൺ മെസ്സേജ് അറ്റാക്ക്. അതായത് ഈവിന്റെ കയ്യിൽ ആലീസ് അയച്ച ഒറിജിനൽ മെസ്സേജും അതിന്റെ സിഗ്നേച്ചറും ഉണ്ട്, രണ്ടും മൂന്നെണ്ണം. സോ അതിനകത്തുനിന്ന് സം ഹൗ ഈവ് എന്ത് ചെയ്യും, ആലീസിന്റെ പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കുന്നതിനാണ് നോൺ മെസ്സേജ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി ചൂസൺ മെസ്സേജ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ഇവിടെ Eve can choose messages arbitrarily and obtain their corresponding signatures from Alice. The goal of Eve is to use these signatures to forge a valid signature on a different message not previously signed by Alice. Same തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആലീസ് ഓൾറെഡി അയച്ച രണ്ട് മെസ്സേജ് ആർബിട്രറി ആയിട്ടുള്ള കുറച്ച് മെസ്സേജസും സിഗ്നേച്ചറും കയ്യിലുണ്ട്. സോ അത് വെച്ചിട്ട് വീണ്ടും പുതുതായി അവന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് ഐ മീൻ വാലിഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ചോസൺ മെസ്സേജ് അറ്റാക്ക്. അതായത് ഫോർഗേ വാലിഡ് സിഗ്നേച്ചർ ഓൺ എ ഡിഫറെന്റ് മെസ്സേജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയാ, അതായത് ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്. നോൺ മെസ്സേജ് ഒക്കെ ഇവിടെ ഒന്നും നോൺ ആയ മെസ്സേജ്, ഇവിടെ റാൻഡം ആയിട്ട് മെസ്സേജ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ ഇതേപോലെ തന്നെ എഴുതുക. ഡീറ്റെയിൽ സിഗ്നേച്ചർ സ്കീംസ്, അതായത് RSA ഡീറ്റെയിൽ സിഗ്നേച്ചർ സ്കീം എന്ന് പറഞ്ഞാല് നമ്മള് ഈ സൈനിങ്ങിനും വെരിഫൈങ്ങിനും RSA അൽഗോരിതമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും, RSA ഡീറ്റെയിൽ സിഗ്നേച്ചർ സ്കീം എന്ന് പറയും. RSA എന്താണ് നമ്മൾ പഠിച്ച്, എന്താണ് RSA എന്ന് പറഞ്ഞാൽ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതമാണ് അല്ലെ. സോ ആ അൽഗോരിതം ഉപയോഗിച്ചിട്ട്, അതായത് രണ്ട് റാൻഡം നമ്പർ കണ്ടുപിടിച്ച് P×Q φ എന്നെല്ലാം കണ്ടുപിടിക്കുന്നത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ ടെക്നിക് ഉപയോഗിച്ചിട്ട് സൈനിങ് ചെയ്യും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, RSA ഡീറ്റെയിൽ സിഗ്നേച്ചർ സ്കീം എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിൽ സിഗ്നേച്ചർ സ്കീമില് ശരിക്കും ആ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും മാത്രം മാറ്റും, അതായത് ജസ്റ്റ് കീ മാറുന്നത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്രിപ്റ്റോഗ്രഫിയിലും ഡീറ്റെയിൽ സിഗ്നേച്ചറിലും രണ്ടിലും RSA ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം എന്നാ, നമ്മൾ ഈ RSA ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സെൻഡറിന്റെ പ്രൈവറ്റ് കീ സൈൻ ഇൻ ചെയ്യാനും സെൻഡറിന്റെ പബ്ലിക് കീ വെരിഫൈ ചെയ്യാനും. പക്ഷെ ക്രിപ്റ്റോഗ്രഫിയിൽ RSA ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ക്രിപ്റ്റോഗ്രഫിയിൽ RSA ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, റിസീവറിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യും, റിസീവർ സൈഡിൽ നിന്ന് റിസീവറിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് റിസീവർ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യും. അതാണ് ആ വ്യത്യാസം, അത് രണ്ടും തമ്മിൽ മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ റിസീവറിന്റെ എല്ലാം ഉപയോഗിക്കുന്നത് സെൻഡറിന്റെ ആണ് ഉപയോഗിക്കുന്നത്, ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്നത് റിസീവറിന്റെ ആണ്. പിന്നെ സൈനിങ് ആൻഡ് വെരിഫൈങ്ങിന് ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രം സൈനിങ് ആൻഡ് വെരിഫൈ കാണിച്ചറിയോ, നോക്കട്ടെ. Signing and verifying. നാം തോന്നുന്നു ഇതാണ് സൈനിങ് ആൻഡ് വെരിഫൈങ്. ഇതല്ല, ഇതാണ് സൈനിങ് ആൻഡ് വെരിഫൈങ്ങിന്റെ ഡയഗ്രം. ഇത് നീ നോക്കി വരക്കണേ. ഇവിടെ എന്താണ്, ആലീസിന്റെ പ്രൈവറ്റ് കീ എപ്പോഴും എന്താണ് D,N അല്ലെ, പബ്ലിക് കീ E,N. RSA പ്രൈവറ്റ് കീ എന്താ പബ്ലിക് കീ എന്താന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് RSA ഉപയോഗിച്ചിട്ട് എങ്ങനെ സൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുക, മെസ്സേജിന് ആലീസിന്റെ പ്രൈവറ്റ് കീ ആയ D,M,N ഉപയോഗിച്ചിട്ട് മെസ്സേജിന് എന്ത് ചെയ്യും, ഇവിടെ മെസ്സേജ് M⁻D mod n എന്നുള്ള രൂപത്തിൽ സൈൻ ഇൻ ചെയ്യും. ആ ഒരു എൻക്രിപ്ഷൻ ആണ് സൈൻ ഇൻ ചെയ്യാൻ ഉപയോഗിക്കുക. മെസ്സേജ് M-ഉം S-ഉം ഇങ്ങോട്ടേക്ക് അയക്കും. എന്നിട്ട് ഇവിടെ സെന്ററിന്റെ ബോബിന്റെ സൈഡാണ് ഇത്. ഈ താഴത്തെ കാണുന്ന ഡയഗ്രം ബോബിന്റെ കമ്പ്യൂട്ടർ. ബോബിന്റെ സൈഡിൽ നിന്ന് എന്താ ചെയ്യുക, ആലീസിന്റെ പബ്ലിക് കീ ബോബിന് അറിയും, E-യും N-ഉം അറിയും. ആലീസിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് ബോബിന്റെ സിഗ്നേച്ചറിനെ ഡീക്രിപ്റ്റ് ചെയ്യും, അതായത് വെരിഫൈ ചെയ്യും. മെസ്സേജ് ആണ് നമ്മൾ ഡീക്രിപ്ഷൻ എന്ന് പറയും, സിഗ്നേച്ചർ ആയതുകൊണ്ട് വെരിഫൈ എന്ന് പറയും. S⁻E mod n എന്ന് പറഞ്ഞിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ അവർക്കൊരു M' കിട്ടും. ആ M' ഇവൻ അയച്ച M-ഉം രണ്ടും ഈക്വൽ ആണെങ്കിൽ ട്രൂ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഇതാണ് സൈനിങ് ആൻഡ് വെരിഫൈ. സോ ഈ ഡയഗ്രാം പഠിക്കുക, ആ കോൺസെപ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. സോ അതും പഠിക്കാം. ഓക്കെ അല്ലേ.
ഇവിടെ നമ്മൾ നോട്ടിൽ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം മനസ്സിലാക്കി ഡയഗ്രം വരച്ചെന്ന് എഴുതി പോയാൽ മതി. പിന്നെ അടുത്ത വരുന്നത് എന്താണ്? അടുത്ത വരുന്നത് നമ്മുടെ അറ്റാക്സ് ആണ്. അറ്റാക്സ് ഓൺ RSA സിഗ്നേച്ചർ. അതായത് എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ചു. എങ്ങനെ ക്രിപ്റ്റോഗ്രാഫി പഠിക്കും, അതിന്റെ ടെക്നിക്ക് പഠിക്കും, പിന്നെ അതിന്റെ അറ്റാക്ക് പഠിക്കും അല്ലെ. സോ അതേപോലെ തന്നെ ഇവിടെ നമ്മള് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം ഞാൻ ഇവിടെ കൊടുത്ത പോലെ പഠിക്കുക കേട്ടോ. അസൈനിങ്, വെരിഫൈങ്, കീ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ RSA അൽഗോരിതത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേപോലെ തന്നെയുള്ള കീ ജനറേഷൻ അതും പഠിക്കണം. എന്നിട്ട് പ്രൈവറ്റ് കീ എന്നോ പബ്ലിക് കീ എന്നോന്നെല്ലാം ഇവിടെ. അത് കഴിഞ്ഞിട്ട് അറ്റാക്ക് പഠിക്കുക. അറ്റാക്ക് എന്താണ്? ഇവിടെ വരുന്ന അറ്റാക്ക് ആദ്യത്തെ കീ ഓൺലി അറ്റാക്ക് ആണ്. കീ ഓൺലി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈവ് ഹാസ് ആക്സസ് ഓൺലി ടു ആലിസ് പബ്ലിക് കീ. അപ്പൊ ഈവിന്റെ കയ്യിൽ ആലിസിന്റെ പബ്ലിക് കീ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈവ് എന്ത് ചെയ്യും? ആലിസിന്റെ ഒരു മെസ്സേജ് സിഗ്നേച്ചറും ഇന്റർസെപ്റ്റ് ചെയ്യും, നുഴഞ്ഞു കയറും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് വേറൊരു എം ഡാഷ് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടാക്കും. എന്നിട്ട് ആ എം ഡാഷ് എന്ന് പറഞ്ഞ പുതിയൊരു മെസ്സേജ് ഓൾട്ടറേഷൻ നടത്തിയിട്ട് അത് അന്ന് അയക്കും. അതാണ് എന്ത് പറയുന്നത്? കീ ഓൺലി അറ്റാക്ക് പറയുന്നത്. ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ഫോർഗരിയാണ്. അത് യൂസ്ലെസ് ആണ്. ഈവിന് വലിയ കാര്യമൊന്നും ഇല്ല, മനസ്സിലാക്കുക. നോൺ മെസ്സേജ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈവ് ഹാസ് ഇന്റർസെപ്റ്റഡ് 2 മെസ്സേജ്. അതായത് ആലിസിന്റെ 2 മെസ്സേജ് ഈവിന്റെ കയ്യിലുണ്ട്. M1 S1 ആദ്യം ആലിസ് ബോബിന് അയച്ച മെസ്സേജും അതിന്റെ സിഗ്നേച്ചറും, രണ്ടാമത് അയച്ച മെസ്സേജ് M2 S2 ഈവിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അത് രണ്ടും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈവ് എന്ത് ചെയ്യൂ? വേറൊരു M എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടാക്കും. M1 into M2 മോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ മെസ്സേജ് ഉണ്ടാക്കും. എന്റെ സിഗ്നേച്ചറും S1 into S2 മോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ സിഗ്നേച്ചർ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഉപയോഗിച്ചിട്ട് ഈവ് പുതിയ സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ട് ബോബില ഫുൾ ചെയ്തിട്ട് മെസ്സേജ് ആയി. അതാണ് നോൺ മെസ്സേജ് അറ്റാക്ക്. ചൂസൺ മെസ്സേജ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈവ് ക്യാൻ സംഹൗ ആസ്ക് ആലീസ് ടു സൈൻ എ ലെജിറ്റിമേറ്റ് മെസ്സേജ് M1 and M2. അതായത് ഈവ് എങ്ങനെയെങ്കിലും ആലീസിനെ കൺവിൻസ് ചെയ്തിട്ട് ശരിക്കും 2 മെസ്സേജ് ആലീസിന്റെ അടുത്ത് നിന്ന് അയപ്പിക്കും, അതിന്റെ വിത്ത് സിഗ്നേച്ചർ അടക്കം. എന്നിട്ട് ഈവ് എന്ത് ചെയ്യും? ആ മെസ്സേജ് വേറൊരു പുതിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആലീസിനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ മെസ്സേജിൽ സൈൻ ചെയ്യിപ്പിക്കും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? അത് ബോബിന് അയച്ചു കൊടുക്കും. അപ്പൊ അത് ബോബിന് മനസ്സിലാവില്ല. ഈവ് എന്ത് ചെയ്യും? മെസ്സേജിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈവിൻ്റെതായ രീതിയിൽ വെച്ചിട്ടാണ് അയക്കുക. സോ അതൊരു സെലക്റ്റീവ് ഫോർഗരിയാണ്. ഓക്കെ. സോ ജസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഇതേപോലെ തന്നെ RSA സിഗ്നേച്ചറിന് മെസ്സേജിലല്ലാണ്ട് മെസ്സേജ് ഡൈജസ്റ്റിനും ചെയ്യണം. നേരത്തെ പറഞ്ഞു സൈനിങ് ദ ഡൈജസ്റ്റ്, അവിടെയും RSA ഉപയോഗിക്കാം. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ പറയുന്നത് നമ്മൾ ആദ്യം നേരിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ പറഞ്ഞു, പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കൂടെ നമ്മൾ RSA ഉപയോഗിച്ചിട്ടുള്ള പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ അത് പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ വീണ്ടും അതിന്റെ അൽഗോരിതം എങ്ങനെയാണ് RSA ഉപയോഗിച്ചിട്ട് മെസ്സേജ് ഡൈജസ്റ്റിനെ ആക്കുക എന്ന് പറഞ്ഞത്. നേരത്തെ ഡയറക്റ്റ് മെസ്സേജിന്റെയാണ് പറഞ്ഞത്, ഇനി മെസ്സേജ് ഡൈജസ്റ്റ് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു മെസ്സേജ് ഡൈജസ്റ്റ്. സോ മെസ്സേജ് ഡൈജസ്റ്റിൽ എങ്ങനെ RSA ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. The use of a strong cryptographic hashing function makes attacks on signatures much more difficult. ഒന്നും കൂടെ നമുക്ക് സിഗ്നേച്ചറിൽ അറ്റാക്ക് വരുന്നതിന് ഒഴിവാക്കാനാണ് നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റിനെ ഉപയോഗിക്കുന്നത്. In the case of RSA, it can make the signing and verifying process much faster because the RSA digital signature scheme is nothing other than the encryption with the private key and decryption with the public key. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് RSA സൈനിങ്ങിന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്തായെന്ന് വെച്ചാൽ വീണ്ടും നമ്മളൊരു ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിക്കും. ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് മെസ്സേജിന്റെ ഹാഷ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും D. എന്നിട്ട് ആ ഡീനെയാണ് നമ്മൾ സൈൻ ചെയ്യുക. മെസ്സേജിനെ ഡയറക്റ്റ് സൈൻ ചെയ്യുന്നത് D റേസ് ടു, നേരത്തെ നമ്മൾ M റേസ് ടു D മോഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജിനെയാണ് സൈൻ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? മെസ്സേജ് ഡൈജസ്റ്റിനെ സൈൻ ചെയ്യും. പക്ഷെ ഇവിടെ M മാറി D ആവുന്നു മാത്രമേ ഉള്ളൂ. മെസ്സേജ് ആൻഡ് സിഗ്നേച്ചർ സെൻഡ് ടു ബോബ്. എന്നിട്ട് ആ മെസ്സേജും സിഗ്നേച്ചറും ബോബിനയക്കും. വെരിഫൈ റിസീവ്സ് എ മെസ്സേജ് ആൻഡ് സിഗ്നേച്ചർ. ഈ ഫസ്റ്റ് യൂസ് ആലിസ് പബ്ലിക് എക്സ്പോണന്റ് ടു റിട്രീവ് ദ മെസ്സേജ് ഡൈജസ്റ്റ് D ഡാഷ്. അപ്പൊ ഓൻ അവിടെ എന്ത് ചെയ്യും? ആലിസിന്റെ മെസ്സേജ് ഡൈജസ്റ്റ് വീണ്ടും ഉണ്ടാക്കും. He then applies the hash algorithm to message received to obtain D equal to H. ഹാഷ് ഉപയോഗിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും? അവിടെ ഡൈജസ്റ്റ് ഉണ്ടാക്കും. 2 ഡൈജസ്റ്റ് ഒന്നാണെങ്കിൽ മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ അതിനൊരു ഡയഗ്രം ഉണ്ട് മെസ്സേജ് ഡൈജസ്റ്റ് കഴിക്കാൻ. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ നമുക്ക് അയച്ചു തരും. കാരണം ജസ്റ്റ് എന്ത് വേണം? അതെല്ലാം വരയ്ക്കണം. ഓക്കെ. സോ മെസ്സേജ് ഡൈജസ്റ്റിന്റെ ഡയഗ്രം എന്ന് പറയുന്നത് ഇതാണ്. മെസ്സേജ് ഡൈജസ്റ്റിന്റെ ഡയഗ്രം ഇതാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ആലീസ് മെസ്സേജിന്റെ ഹാഷ് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് ഡൈജസ്റ്റ് ഉണ്ടാക്കും. എന്റെ ഡൈജസ്റ്റിനെ സൈൻ ചെയ്യും. D റേസ് ടു D മോഡ് ചെയ്യാൻ എന്നിട്ട് എസ് ആക്കി അയക്കും. സൈനിങ് അങ്ങനെയാണ് ചെയ്യുന്നത്.
പിന്നെ അതിന്റെ പിന്നെ ഇതെങ്ങനെയാ ചെയ്യുന്നത്, വെരിഫൈങ് എങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, ഈ സിഗ്നേച്ചർ SYSD മോഡ് തന്നെ അതിനെന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും D' എന്ന് പറഞ്ഞ ഡൈജസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ഡൈജസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഈ ഓൾറെഡി മെസ്സേജിന്റെ ഡിയും പോകും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ട്രൂ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഈ ഡയഗ്രാം ഞാൻ അയച്ചു തരാം, അതും വരയ്ക്കണം. പിന്നെ വരുന്നത് അടുത്തത് എക്സോൺ RSA സൈന്യം ഡൈജസ്റ്റ് ആണ്. ഇനി വീണ്ടും പറയുന്നത് അറ്റാക്ക്. നേരത്തെ മെസ്സേജ് ഡൈജസ്റ്റ് ആക്കാണ്ട് അയക്കുമ്പോൾ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഡൈജസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് RSA ഉപയോഗിച്ച് അയക്കുമ്പോഴാണ് അറ്റാക്ക്. എല്ലാം സെയിം തന്നെയാണ്. ഇവിടെയും ഉണ്ടാകുന്നത് കീ ഓൺലി അറ്റാക്ക് ആണ്. സംഭവം സെയിം തന്നെയാണ്. ഇനി ഇന്റർസെപ്റ്റ് ദ പെയർ SM, അതായത് ഒരു സിഗ്നേച്ചർ മെസ്സേജ് ഇന്റർസെപ്റ്റ് ചെയ്ത് കിട്ടും, ഇതിന്റെ M' ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അയക്കും. അതാണ് ആദ്യത്തെ കീ ഓൺലി അറ്റാക്ക്. പിന്നെ you finds two messages M and M' such that H of M and H of M'. Alice H of M to obtain S. Now give us a pair M dashes which passes and verifies to എടുക്കുക. അങ്ങനെ ആ ഒരു 3 തരത്തിൽ കീ ഓൺലി അറ്റാക്ക് ഉണ്ടാക്കാം. It may randomly find a message as D which may match with random signature S. Then it finds a message such that H of M equal to D. ഈ 3 കേസ് ജസ്റ്റ് പറഞ്ഞു വെക്കുക. നോൺ മെസ്സേജ് അറ്റാക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവിന് 2 മെസ്സേജിന്റെ M1 S1 M2 S2 2 പേർ ഒപ്പിച്ച് വെക്കും, എന്നിട്ട് S1 പുതിയ ഉണ്ടാക്കും, S1 S2, എന്നിട്ട് H of M ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഒരു പുതിയ മെസ്സേജ് എന്ത് ചെയ്യും, ഓക്കെ ചെയ്യും. സോ അങ്ങനെയാണ് ഇവിടെ ചെയ്യുക. സോ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഇഫ് ദ ഹാഷ് അൽഗോരിതം ഈസ് പ്രീ ഇമേജ് റെസിസ്റ്റന്റ്. നമ്മുടെ ഹാഷ് അൽഗോരിതം പ്രീ ഇമേജ് റെസിസ്റ്റന്റ് ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഈ പ്രീ ഇമേജ് റെസിസ്റ്റന്റ് എന്നാണ് ലാസ്റ്റ് പറയും. പിന്നെ അതേപോലെ തന്നെ ചൂസൺ മെസ്സേജ് അറ്റാക്ക് ഇവിടെ ഉണ്ട്. എന്താണെന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ്. ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷന്റെ സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ്. ഹാഷ് ഫംഗ്ഷൻ പ്രീ ഇമേജ് റെസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഹാഷ് വാല്യൂ എച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് എനി ഇൻപുട്ട് M സച്ച് ദാറ്റ് എഴുതിയിട്ടില്ല കേട്ടോ. നോട്ടിലത് മിസ്സായി പോയതാ. വരാം. ഹാഷ് ഓഫ് M equal to H. ഇവിടെ വേണ്ടത് ഹാഷ് സച്ച് ദാറ്റ് ഹാഷ് വെയിറ്റ് അത് താഴെ നമ്മൾ ചെക്ക് നോക്കൂടി. ഹാഷ് ഓഫ് M equal to H ആണ്. സച്ച് ദാറ്റ് ഇവിടെ 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 എന്താ വേണ്ടതെന്ന് വെച്ചാല് ഹാഷ് ഓഫ് വരുന്നില്ലേ, ഹാഷ് ഓഫ് M equal to H ഒന്ന് ആഡ് ചെയ്ത് വെക്കണേ. ഹാഷ് ഓഫ് M equal to H എന്ന് പറഞ്ഞാല് യു കനോട്ട് വർക്ക് ബാക്ക്വേർഡ് ഫ്രം ദ ഹാഷ് ടു ദ ഒറിജിനൽ മെസ്സേജ് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കൊരു ഹാഷ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹാഷ് ഫംഗ്ഷന് തിരിച്ച് നമുക്ക് മെസ്സേജിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് പ്രീ ഇമേജ് റെസിസ്റ്റന്റ്. മനസ്സിലായ? ഹാഷ് ഫംഗ്ഷൻ ആണ് നമ്മളെ കയ്യിലുള്ളത്. H of M നമ്മളെ കയ്യിലുണ്ട്. അതിനകത്തും നമുക്ക് M കണ്ടുപിടിക്കാൻ പറ്റൂല എന്നാണ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് പറയുന്നത്. സോ അതവിടെ ഓർത്ത് വെക്കുക. പ്രീ ഇമേജ് റെസിസ്റ്റന്റ് എന്താണ്? യു കനോട്ട് ക്രിയേറ്റ് എ മെസ്സേജ് ഫ്രം എ ഹാഷ് ഫംഗ്ഷൻ. അതാണ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ്. അതൊരു ഇമ്പോർട്ടന്റ് സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ് ഹാഷ് ഫംഗ്ഷന്റെ. സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്താന്ന് വെച്ചാല് നമുക്ക് M1 എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെസ്സേജ് സെയിം ഹാഷ് ഫംഗ്ഷനിലുള്ള വേറൊരു മെസ്സേജിനെ കണ്ടുപിടിക്കാൻ പറ്റൂല. അതായത് ഒരു മെസ്സേജിന്റെ ഹാഷ് ഫംഗ്ഷൻ അത് യുണീക്ക് ആണ്. അപ്പൊ അതിന് 1-2 പ്രോപ്പർട്ടി പറയുന്നുണ്ട്. സോ ആ പ്രോപ്പർട്ടി ജസ്റ്റ് അതേപോലെ തന്നെ എഴുതണം. കേൾക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും. പക്ഷെ സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഗിവൺ M1 ഹാർഡ് ടു ഫൈൻഡ് M2 നോട്ട് ഈക്വൽ ടു M1 വിത്ത് ദ സെയിം ഹാഷ്. കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ടു ഫൈൻഡ് എനി 2 ഡിഫറെന്റ് മെസ്സേജസ് വിത്ത് ദ സെയിം ഹാഷ് ഫംഗ്ഷൻ. അതായത് 2 ഡിഫറെന്റ് മെസ്സേജിന് സെയിം ഹാഷ് ഫംഗ്ഷൻ ഉണ്ടാവില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. മറ്റേത് സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് പറയുന്നത് M1 എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമ്മളെ കയ്യിൽ തന്നാല് വേറൊരു M2 എന്ന് പറയുന്ന മെസ്സേജ് നോട്ട് ഈക്വൽ ടു M1 വിത്ത് സെയിം
ഹാഷ് ഫംഗ്ഷൻ. അതായത് സെയിം ഹാഷ് ഫംഗ്ഷൻ ഉണ്ടാകുന്ന വേറൊരു ഡിഫറെന്റ് മെസ്സേജിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സത്യത്തിൽ മൊത്തം പറയുന്നത് എന്താ വെച്ചാല് ഒരു മെസ്സേജിന്റെ ഹാഷ് ഫംഗ്ഷൻ യുണീക്ക് ആയിരിക്കും, വേറൊരു മെസ്സേജിന് ആ ഹാഷ് ഫംഗ്ഷൻ വരുമില്ല. ഈ ഹാഷ് ഫംഗ്ഷന് തിരിച്ച് നമുക്ക് മെസ്സേജ് കണ്ടുപിടിക്കാൻ പറ്റൂല. അതാണ് ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അഡീഷണൽ നോട്ടായിട്ട് അയക്കാം കേട്ടോ. ഇത് ഇതിനകത്ത് മിസ്സായിപ്പോയതാ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിലുള്ളൂ. അപ്പോ ജസ്റ്റ് നോട്ട് വൃത്തിയിൽ വായിച്ചു വെക്കുക, എന്നിട്ട് ഇതും കൂടി കേൾക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ആ ഡയഗ്രം ഞാൻ നിനക്ക് അയച്ചു തരാം. ഓക്കെ, ബൈ.